മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസം വെയിൻ റൂണി നെയ്മർ ജൂനിയറെ പറ്റി ഒരു കോട്ട് പറഞ്ഞിരുന്നു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ നെയ്മർ ജൂനിയർ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ അല്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയണം എന്ന് തോന്നി. എനിക്ക് ഒരു 3-4 പോയിന്റിൽ ഞാൻ സംഭവം പറയാം. ഒന്നാമത്തെ കാര്യം, നെയ്മർ ജൂനിയർ ഈ ഒരു ജനറേഷനിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ആണ്. അതായത് നമ്മളോടൊക്കെ ഒരാൾ വന്ന് ചോദിക്കാണ് ഈ ഒരു ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ മെസ്സി പറയും, അല്ലെങ്കിൽ റൊണാൾഡോ പറയും. ഇത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ മൈൻഡിൽ വരെ നെയ്മർ ആണ്. അപ്പോൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു പ്ലെയർ ആണ് നെയ്മർ ജൂനിയർ. ആദ്യം നെയ്മർ ജൂനിയർ നമ്മുടെ ഒരു ടോപ്പ് പ്ലെയർ അല്ല എന്ന് പറയുമ്പോൾ അത് തികച്ചും മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നെയ്മർ ജൂനിയർ ഈ ഒരു നമ്മുടെ ജനറേഷനിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ആണ്. അതായത് നിലവിൽ നമ്മൾ വേൾഡ് ഫുട്ബോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലാമിൻ യമാൽ, PSG-യുടെ ഡിസേറെ ഡുവെ, അതുപോലെ തന്നെ ബെനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, റാഫീനിയ തുടങ്ങിയ വേൾഡ് ഫുട്ബോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് അവരെല്ലാം നെയ്മർ ജൂനിയറിനെ ഐഡൽ ആക്കി കണ്ട പ്ലേയേഴ്സ് ആണ്. അപ്പോൾ നിലവിലത്തെ ഒരു ജനറേഷനിൽ ഫുട്ബോളേഴ്സ് എല്ലാം നെയ്മറെ ഐഡൽ ആക്കുമ്പോൾ നെയ്മർ ഒരു ടോപ്പ് പ്ലെയർ അല്ല എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അതായത് നെയ്മർ ഒരു ടോപ്പ് പ്ലെയർ അല്ലെങ്കിൽ ഈ കാണുന്ന നിലവിലത്തെ ബെസ്റ്റ് പ്ലേയേഴ്സ് ഒക്കെ നെയ്മറിനെ ഐഡലാക്കി സ്വീകരിക്കും. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ് വിഷയം. പിന്നെ അതുപോലെ തന്നെ നെയ്മർ ഉണ്ടാക്കിയ ഒരു സ്റ്റാറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 400+ ഗോളുകളും ഏകദേശം 450 മേലെ ഗോളുകളും അതുപോലെ തന്നെ 250 മേലെ അസിസ്റ്റും പ്രൊവൈഡ് ചെയ്ത ഒരു പ്ലെയർ ആണ് നെയ്മർ. അല്ലെങ്കിൽ 250 അല്ലെങ്കിൽ 230 മേലെ എന്തായാലും നെയ്മർ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോൾ അടുപ്പിക്കാനും കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ. അത് നമ്മൾ ഈ സ്റ്റാറ്റ്സ് പറയുമ്പോൾ ഇതിൽ ഒരുപാട് കളി നെയ്മറിന്റെ മിസ്സായിട്ടുണ്ട്. പരിക്ക് കാരണം എത്ര കളി നെയ്മറിന്റെ മിസ്സായിട്ടുണ്ട്, ഒരുപാട് കളി. അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ മിസ്സായിട്ടില്ലെങ്കിൽ നിലവിലത്തെ നമ്മളെ UEFA ചാമ്പ്യൻസ് ലീഗിന്റെയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫുട്ബോളിന്റെയും ഒക്കെ ഒരുപാട് കണക്കുകൾ നെയ്മർ തന്റെ പേരിൽ എഴുതി ചേർത്തന്നെ. നിലവിൽ തന്നെ നോക്കിയാൽ നമ്മുടെ വേൾഡ് ഫുട്ബോളിൽ ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത താരം നെയ്മറാണ്. ഏറ്റവും കൂടുതൽ ബ്രസീലിന് വേണ്ടി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത താരം നെയ്മറാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ നോക്കെങ്കിൽ 100 മത്സരങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ കഴിക്കുന്ന താരം നെയ്മറാണ്. തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു പ്ലെയർ ആണ് നെയ്മർ എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നെയ്മറിനെ പറ്റി പറയുമ്പോൾ നോക്കി കണ്ട് പറയേണ്ട സംഭവം. പിന്നെ ഇതിന് മറുപടി ആയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ റൂണി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ റൊണാൾഡോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണെന്ന് വെച്ചാല്, ഒന്ന് റൊണാൾഡോ പറഞ്ഞ സംഭവം, റൂണിയുടെ അഭിപ്രായം ഇതാണ്, പുള്ളിക്കാരന്റെ അഭിപ്രായം ഉണ്ടാവും, അങ്ങനെ വിട്ടാൽ മതി. അതന്നെയാണ് ഒന്നാമത്തെ എന്റെ അഭിപ്രായം. രണ്ടാമത്തെ ഇത് എന്താന്ന് വെച്ചാല്, റൊണാൾഡോ പറഞ്ഞ സംഭവം വളരെ കോമഡിയാണ്. അതായത് റൊണാൾഡോ എന്ന പേര് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടും. അത്തരത്തിൽ നെയ്മറിന്റെ പേര് ഇവിടെ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ റീച്ച് കിട്ടും. അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു പോഡ്കാസ്റ്റിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് ഇന്നത്തെ ഫുട്ബോൾ കാണുന്ന ഓരോ ആരാധകർക്കും അറിയാം. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.